നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇ.ഡി. റെയ്ഡിനെ തടസ്സപ്പെടുത്തിയ ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ വരുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ.ഡി. ഒരു കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളായ വീണ വിജയന്റെ ചില കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് വരുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, ദുരുപദിഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അന്വേഷണ ഏജൻസികളുടെ കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് രാജ്യദ്രോഹ കുറ്റമായി തന്നെ പരിഗണിക്കും എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ നീതിയുക്തമല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതിന് നിയമപരമായി നേരിടാൻ ഓരോ ഇന്ത്യൻ പൗരനും അവകാശമുണ്ട്. എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ അവരെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് തീർത്തും ഇന്ത്യയിലെ ശിക്ഷാ നിയമങ്ങൾ അനുസരിച്ച്, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് അത് രാജ്യദ്രോഹ കുറ്റമായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നീതിന്യായ സംഹിതകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്, നിയമ വിചക്ഷണന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇ.ഡി. പരിശോധനയ്ക്കെത്തുന്നു. അതായത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വീട്ടിൽ വെളുപ്പിന് 5 മണിക്ക് തന്നെ ഇ.ഡി. എത്തുന്നു. 5 മണിക്ക് റെയ്ഡ് തുടങ്ങി എന്ന് പറയുമ്പോൾ അതിന് മുൻപേ തന്നെ ഇ.ഡി. അവിടെ എത്തിക്കാണണം. കേന്ദ്ര സായുധ സേനയുടെ പിൻബലത്തോടു കൂടി അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് റെയ്ഡ് നടക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരായ CPM-കാരും മറ്റ് അണികളുമെല്ലാം ചേർന്ന് മുഖ്യമന്ത്രിയുടെ വാടക വീടിന് പുറത്ത് തമ്പടിക്കുന്നു. ജനങ്ങൾ അക്രമാസക്തമായ രീതിയിൽ പെരുമാറുന്നു. അകത്ത് റെയ്ഡ് നടക്കുന്ന സമയത്ത് അകത്ത് തോക്കേന്തി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിഷേധിച്ചുകൊണ്ട് വാട്ടർ ബോട്ടിലുകൾ, അതുപോലെ ഹെൽമറ്റ്, കുറുവടി എന്നിവയൊക്കെ വലിച്ചെറിയുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൂട്ടായി സംഘം ചേർന്ന് ഇത്തരത്തിൽ ആസൂത്രിതമായ ആക്രമണം നടത്തുന്നത് രാജ്യദ്രോഹപരമായ കുറ്റം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിവക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല, ഇ.ഡി. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വീട്ടിലേക്ക് റെയ്ഡിന് വരുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം താമസിക്കുന്നു എന്നുള്ളതിനാൽ തന്നെയാണ്. വീണ വിജയന്റെ വിവാഹം കഴിഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ റിയാസ് താമസിക്കുന്ന, അല്ലെങ്കിൽ റിയാസിന്റെ സ്വന്തം വീടായ കോഴിക്കോട് കോട്ടുളിയിലുള്ള വീട്ടിൽ ഇ.ഡി. യഥാസമയം റെയ്ഡ് നടത്തുന്നു. അതുപോലെ പാണ്ഡ്യാലമുക്കിലുള്ള കണ്ണൂർ പിണറായിയിലുള്ള പിണറായി വിജയന്റെ വീട്ടിലും ഒരേ സമയത്ത് റെയ്ഡ് നടക്കുന്നു. CMRL റെയ്ഡ് നടക്കുന്നു. ഇത്തരം റെയ്ഡുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും പുറത്ത് കേട്ടറിഞ്ഞ ആളുകൾ എത്തുകയും അവർ സംഘടിച്ച് കൂട്ടമായി റെയ്ഡ് നടത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ, അല്ലെങ്കിൽ റെയ്ഡ് നടത്തുന്ന അന്വേഷണ വിഭാഗത്തിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ നിയമം അനുശാസിക്കുന്നത് അത് രാജ്യദ്രോഹപരമായ കുറ്റമായി മാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാൽ തന്നെ ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് മുതിരും, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയതിനാൽ കേന്ദ്ര സർക്കാർ ഇതിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, വീണ വിജയന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള രേഖകൾ, അതായത് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, പാസ്ബുക്ക് അടക്കമുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇ.ഡി. പിടിച്ചെടുത്തിട്ടുണ്ട്, അവരുടെ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഏതാണ്ട് 200-ലധികം അക്കൗണ്ടുകളാണ് വീണ വിജയന്റെ പേരിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അത് ഇ.ഡിയുടെ വശം പിന്നീട് അവർ വ്യക്തമാക്കുമായിരിക്കും. എന്നാൽ ഇ.ഡി. വീണ വിജയന്റെ ഫോൺ കണ്ടെടുത്തിരിക്കുന്നു, അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൃത്യമായി പുറത്തു വരുന്നു. പല അക്കൗണ്ടുകളിലായി 19 കോടി രൂപയോളം ഇവരുടെ വിവിധ അക്കൗണ്ടുകളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ, പണ്ട് സ്വപ്ന സുരേഷ്, കോൺസുലേറ്റിൽ ജോലി ഉണ്ടായിരുന്ന സ്വപ്ന സുരേഷ് ഉന്നയിച്ചതുപോലെ ഫെമ നിയമപ്രകാരം, അതായത് വിദേശ നാണയ വിനിമയ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ അതിൻ്റെ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫെമ നിയമനിരോധന പ്രകാരം ഇവർ അന്യ രാജ്യത്ത് നിന്നും ഏതെങ്കിലും തരത്തിൽ ഇങ്ങോട്ട് പണം കൊണ്ടുവരികയോ ഇവിടെ നിന്ന്
അന്യരാജ്യത്തേക്ക് പണം കടത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് രാജ്യാന്തര കുറ്റമായി വരും. അങ്ങനെയെങ്കിൽ അതിൽ NIA കൂടി അന്വേഷണത്തിന് വരും എന്നാണ് അറിയുന്നത്. PMLA ആക്ട് പ്രകാരം, അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് പ്രകാരം ഇപ്പോൾ ED നടത്തിയിരിക്കുന്ന ഇത്തരം പരിശോധനകളിൽ മേൽപ്പറഞ്ഞ കുറ്റകൃത്യങ്ങളെല്ലാം ഇഴചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് NIA വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അവരുടെ കൃത്യനിർവഹണത്തിൽ വടിയും അതുപോലുള്ള ഹെൽമറ്റ് അങ്ങനെയുള്ള വസ്തുവകകൾ ഉപയോഗിച്ച് അവരുടെ അന്വേഷണത്തെ, കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന കർത്തവ്യ വിലോപമുണ്ടാക്കുന്നതിനാൽ തീർച്ചയായും CBI അന്വേഷണം കൂടി വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വീണ വിജയന്റെ അക്കൗണ്ടിൽ കണ്ടെത്തിയിരിക്കുന്ന 19 കോടിയോളം രൂപ പല അക്കൗണ്ടുകളിലായി, അതിൻ്റെ ഉറവിടം എവിടെ നിന്ന് വന്നു, വിദേശത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇത്തരം അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ, ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയിട്ടുണ്ടോ, അത് വിദേശ നാണയ വിനിമയ ചട്ട ലംഘന പ്രകാരമാണോ എന്നുള്ളതെല്ലാം പരിശോധിക്കുമ്പോഴാണ് അവിടെ NIA എന്നുള്ള ഏജൻസിയുടെ വരവിന് പ്രാധാന്യം അർഹിക്കുന്നത് എന്നുകൂടിയാണ് പറയാൻ കഴിയുന്നത്. ഇവിടെ EDയുടെ അന്വേഷണത്തെ സംഘമായി ചേർന്ന് സംഘടിച്ചെത്തിയ ആളുകൾ ഉപദ്രവിക്കുകയും EDയുടെ കാറിന്, ED സംഘം സഞ്ചരിച്ച കാറിന് പരിക്കേൽപ്പിക്കുകയും ആ കാറിൻ്റെ ചില്ല് പൊട്ടി കാറിൻ്റെ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്യൂ. മാത്രമല്ല അവർ സഞ്ചരിച്ച കാറുകൾ നശിപ്പിക്കുകയും അല്ലെങ്കിൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തപ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള പ്രത്യാക്രമണമായി ഇതിനെ കാണാൻ സാധിക്കും. അതും വലിയ കുറ്റമായി മാറും. തീർച്ചയായും ഇന്റലിജൻസ് വിഭാഗം കൃത്യമായി തന്നെ സർക്കാരിന് ഇതിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാകും. മുൻ മുഖ്യമന്ത്രിക്ക് Z+ കാറ്റഗറി ആയിരുന്നു എങ്കിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് വൈറ്റ് കാറ്റഗറിയാണ് സുരക്ഷ ഏർപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ തീർത്തും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന്. എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നു. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയും എല്ലാം പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസി കേരളത്തിലേക്ക് ഇത്തരത്തിലൊരു റെയ്ഡിന് വരുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല, സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്റലിജൻസ് വിഭാഗം കൃത്യമായി തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സുരക്ഷ ഏർപ്പാടാക്കുന്നതിൽ എന്ത് തരത്തിലുള്ള നടപടിയാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്, അതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ഒരു വകുപ്പ് തല നടപടി കൂടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകളുടെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ സംഘം വന്നപ്പോൾ അവരുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം പ്രക്രിയകൾ ഉണ്ടായപ്പോൾ അവരെ തീർച്ചയായും CBI അന്വേഷണത്തിന് വിധേയമാക്കും. NIA വരികയാണെങ്കിൽ അവരും അന്വേഷണത്തിന് വിധേയമാക്കും. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇവരെല്ലാവരും തീഹാർ ജയിലിൽ കിടക്കേണ്ടതായി വരും എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അത്രത്തോളം ഗുരുതരമായ കൃത്യവിലോപമാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൃത്യമായി, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് അവരുടെ കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ ബാങ്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം അനുസരിച്ച് ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും NIA കൂടി ഇതിലേക്ക് വരും. അങ്ങനെയെങ്കിൽ അത് രാജ്യാന്തര കുറ്റമായി മാറും. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ EDയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയ ആളുകൾ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന തരത്തിലേക്ക് വകുപ്പുകൾ മാറ്റപ്പെടാം. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന 19 പേരും തീഹാർ ജയിലിൽ ശേഷകാലം കഴിയേണ്ടതായി വരും എന്നൊക്കെ തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.